തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. റാസയും ഷെബിയും സരിതയും ഒരേ വേദിയിൽ തിരൂർ ഒന്നിക്കുന്നു. സംസ്കാര തിരൂരും ആശ്രയം കെയർ ഹോം തിരൂരും ചേർന്ന് ഓഗസ്റ്റ് 16-ന് തിരൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുന്ന മേഘരാഗമായി സംഗീത പരിപാടിയിലാണ് ഇവർ ഒന്നിക്കുന്നത്. ഫണ്ട് ശേഖരണം തിരൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ദിലീപ് അമ്പായത്തിങ്ങൽ നിർവഹിച്ചു. ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു. തിരൂരിലെ ആശ്രയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കെട്ടിട നിർമ്മാണത്തിനുള്ള ധനശേഖരണാർത്ഥം ആശ്രയവും തിരൂരിലെ സംഗീത സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ സംസ്കാര ക്ലബ്ബ് പെരുവഴിയമ്പലവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മേഘരാഗമായി സംഗീത പരിപാടിയിലാണ് പ്രമുഖ ഗായകർ ഒന്നിക്കുന്നത്. പാരമ്പര്യമെടുക്കുന്ന സമയത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പ്രത്യേകിച്ചും അവിസ്മരണീയമായ ചില സംഗീത പരിപാടികൾ സംസ്കാരയ്ക്ക് ഇവിടെ നടത്താൻ കഴിഞ്ഞു. തിരൂരിന്റെ ചരിത്രത്തിൽ നടക്കാത്ത അത്രയും വലിയ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള സംഗീത പരിപാടികളാണ് സംസ്കാരം സംഘടിപ്പിച്ചത്. ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കലയെയും സംസ്കാരത്തെയും ഹൃദയത്തിനോട് ചേർത്ത് പിടിച്ച് കലാകാരന്മാരെയും സാംസ്കാരിക പ്രബുദ്ധതയുള്ള മറ്റ് പ്രവർത്തനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യ നന്മയിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഒരു കടമയാണ് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ സംസ്കാര ഇത്തവണ ചെയ്യുന്ന പരിപാടിയിൽ ഒരു വ്യത്യസ്തത, ജീവകാരുണ്യ പ്രവർത്തനവും ഇതിന്റെ കൂടെ തന്നെ സമന്വയിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായും വളരെയധികം മഹത്തരമായ ഒരു കാര്യമാണ്. ആശ്രയം എന്ന് പറയുന്ന തിരൂരിലെ നിരാലംബരായ അമ്മമാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായി അവർക്ക് വിഷമതകളുള്ളത് കാരണം അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ഉദ്യമത്തിന്റെ കൂടെയും സംസ്കാര നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സംസ്കാര എന്ന് പറയുന്ന ഈ സംഗീത പ്രേമികളുടെ കൂട്ടായ്മ വ്യത്യസ്തരാകുകയാണ്. അത് നടത്തുകയാണ്. അതിന്റെ മുന്നോടിയായിക്കൊണ്ട് ആദ്യമായി ടിക്കറ്റ് വിൽപ്പന, ടിക്കറ്റ് എന്നല്ല, നമ്മൾക്കൊരു സംഭാവന നമ്മളെ ലയൺസ് ക്ലബിന്റെ ഇപ്പോ ഏറ്റെടുത്തിരിക്കുന്ന തിരൂരിന്റെ അഭിമാനം എന്നറിയപ്പെടുന്ന ഏത് സൽപ്രവൃത്തിയിലും ആരുടെ കൂടെയും ഒപ്പം നിൽക്കുന്ന ഞങ്ങൾക്ക് വരെ ഭാഗവാക്കായിട്ടുണ്ട്. സംസ്കാരയ്ക്ക് വരെ ഒരു വാക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ഓഗസ്റ്റ് 16-ന് ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് തിരൂർ ടൗൺ ഹാളിൽ ചലച്ചിത്ര ഗാനങ്ങളും ഗസലുകളും കോർത്തിണക്കിയുള്ള സംഗീത പരിപാടിയിലാണ് റാസ റസാഖും ഷബീർ അലിയും സരിത റഹ്മാനും ഒന്നിക്കുന്നത്. സംഗീത പരിപാടിയുടെ ഭാഗമായി ഉള്ള ഫണ്ട് ശേഖരണത്തിന് തിരൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ദിലീപ് അമ്പായത്തിൽ തുടക്കമിട്ടു. വേണുഗോപാൽ കൊൽക്കത്ത ഫണ്ട് ഏറ്റുവാങ്ങി. ബ്രോഷർ കിഷോർ പയ്യപ്പന്ത, മാധ്യമപ്രവർത്തകൻ അഫ്സൽ കെ ത്തിന് നൽകി പ്രകാശനം നിർവഹിച്ചു. സംസ്കാര സെക്രട്ടറി അരുൺ ചെമ്പ്ര അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി മുഹമ്മദ് അലി പത്തമ്പാട്, ബിജിത് ചെങ്ങോട്ട്, ഗായകൻ സക്കീർ, സംസ്കാര വൈസ് പ്രസിഡന്റ് CV ബഷീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെന്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടന്നെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു.